ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വാക്യം എബ്രായർ 5-ാം അധ്യായം 8-ാം വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. സ്വിറ്റ്സർലൻഡ് സഞ്ചാരികളുടെ പറുദീസ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ നാനാദേശക്കാരായ ആളുകൾ ഈ രാജ്യം സന്ദർശിക്കാറുണ്ട്. ഒരിക്കൽ ഒരു വനിത ഈ രാജ്യം സന്ദർശിക്കാൻ പോയി. ആ സന്ദർശനം അവർക്ക് ആനന്ദകരമായി. ഒരു സായാഹ്നത്തിൽ മലഞ്ചെരുവിലുള്ള പാതയിൽ കൂടെ നടക്കുമ്പോൾ ഒരാട്ടിടയനെ സന്ദർശിക്കാൻ ഇടയായി. ഇടയൻ ആലയിൽ തൻ്റെ ആട്ടിൻപറ്റത്തോടുകൂടെ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ഇടയനുമായി പരിചയപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂട്ടം വിട്ട് വിരിച്ച കച്ചിയിൽ ഒരു വലിയ ആട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടു. അതിൻ്റെ തീറ്റിയും കുടിക്കാനുള്ള വെള്ളവും സമീപം വെച്ചിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഒടിഞ്ഞ ഒരു കാൽ വെച്ച് കെട്ടിയിരിക്കുകയാണെന്നും അത് വലിയ വേദന അനുഭവിക്കുന്നുവെന്നും അവർക്ക് മനസ്സിലായി. എങ്ങനെയാണ് അതിൻ്റെ കാൽ ഒടിഞ്ഞത് എന്ന് സ്ത്രീ അന്വേഷിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയ ഉത്തരമാണ് ഇടയനിൽ നിന്നും ലഭിച്ചത്. ആ ആടിൻ്റെ കാൽ ഇടയൻ ഒടിച്ചതാണെന്ന് പറഞ്ഞത് കേട്ടതിനാലാണ് അവർ അത്ഭുതപ്പെട്ടത്. ജിജ്ഞാസയോടെ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഇടയൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ആട്ടിൻപറ്റത്തിൽ ഏറ്റവും അനുസരണം കെട്ടത് ഈ ആട്ടിൻകുട്ടിയാണ്. അതൊരിക്കലും എൻ്റെ ശബ്ദം കേട്ടനുസരിക്കില്ല. ആട്ടിൻപറ്റത്തെ അടിച്ചുകൊണ്ടു പോകുന്ന പാതയിൽ ഒരിക്കലും ഇത് നടക്കില്ല. വിളിച്ചാൽ അടുത്തു വരുന്നതിന് പകരം ഏറ്റവും അപകടകരമായ സ്ഥാനങ്ങളിലേക്ക് ഇത് ഓടിപ്പോകും. അനുസരണക്കേട് കാണിക്കുക മാത്രമല്ല, അനുസരണം കെട്ട വഴികളിലൂടെ മറ്റുള്ളവയെ അവ കൊണ്ടുപോകും. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ദൂരേക്ക് ഓടിപ്പോകും. തരം കിട്ടിയാൽ മറ്റു ആടുകളെ ഇത് ഉപദ്രവിക്കുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ ആലയിൽ കയറാതിരിക്കാൻ ശ്രമിക്കും. ഇതേ മാതിരിയുള്ള ആടുകളുമായി പലപ്പോഴും ഞാൻ ഇടപഴകിയിട്ടുണ്ട്. മുൻപ് ചെയ്തിട്ടുള്ളതുപോലെ ഞാൻ ഇതിൻ്റെയും ഒരു കാൽ ഒടിച്ചു. ആദ്യ ദിവസം പുല്ലും വെള്ളവുമായി അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. തുടർന്ന് 2 ദിവസം ഞാൻ അതിനെ പട്ടിണി കിട്ടും. 3-ാം ദിവസം ഭക്ഷണവുമായി ചെന്നപ്പോൾ അത് സ്നേഹത്തോടെ എൻ്റെ അടുക്കലേക്ക് വന്ന് അതിൻ്റെ സ്നേഹവും കീഴടക്കവും വെളിപ്പെടുത്തി. ഇപ്പോൾ അത് സന്തോഷമായി കഴിയുന്നു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതിൻ്റെ കാൽ സുഖമായി കഴിയുമ്പോൾ എൻ്റെ പറ്റത്തിലെ ഏറ്റവും മാതൃകയുള്ള ഒരു ആട്ടിൻകുട്ടിയായിരിക്കും ഇത്. മറ്റാടുകളേക്കാൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുസരിക്കും. ആട്ടിൻപറ്റത്തെ ഞാൻ നടത്തുമ്പോൾ എന്നോട് ചേർന്ന് നടക്കും. ആടുകളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നതിന് പകരമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവയെ പറ്റത്തിലേക്ക് കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ, തന്നിഷ്ടവും അനുസരണക്കേടും അഹങ്കാരവുമുള്ള ഇതിന് വലിയ രൂപാന്തരം ഭവിച്ച് ഏറ്റവും നല്ല ആടായിത്തീരും. അതിൻ്റെ കഷ്ടതയിൽ കൂടെ അനുസരണം പഠിക്കും. കുറേ സമയം കൂടെ ഇടയനുമായി സംസാരിച്ചതിന് ശേഷം സഞ്ചാരിയായ വനിത അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് സന്തോഷത്തോടെ പോയി. പ്രിയപ്പെട്ടവരെ, ഈ ആടിന് എന്തെങ്കിലും എന്നോട് നിങ്ങളോടും പറയാനുണ്ടോ? ചിന്തിക്കുക. കഷ്ടതയുടെ അറ അനുസരണത്തിൻ്റെ ജനന സ്ഥലമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത യാത്രകളിൽ പലപ്പോഴും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒക്കെ അവസ്ഥകളിൽ കൂടെ നാം കടന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മെ തകർക്കുവാനായി ഒരിക്കലും കഷ്ടതയുടെ കയ്പുനീര് കർത്താവ് നമുക്ക് തരികയില്ല. കഷ്ടതയുടെ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും അവൻ നമ്മെ കൂടുതൽ ശോധന ചെയ്ത് തൻ്റെ പ്രിയ മകനും മകളുമാക്കി തീർക്കുവാനായി കർത്താവ് എല്ലായ്പ്പോഴും ശ്രമിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു മാസം കൂടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തകൊണ്ട് നിങ്ങളെ അവിടുന്ന് സഹായിച്ചു. ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് കർത്താവെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. 2024 കഴിഞ്ഞ 7 മാസക്കാലം നീ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയില്ല. കർത്താവെ, തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയതല്ലാതെ ഒന്നുമില്ല. കർത്താവെ, ഞങ്ങൾ ഒന്നും നേടിയതല്ല, അവിടുത്തെ ദാനമാണല്ലോ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടതയും പ്രയാസവും പരാജയവും ബുദ്ധിമുട്ടും ഒക്കെ കർത്താവെ ഞങ്ങളെ കൂടുതൽ കർത്താവിനോട് അടുപ്പിക്കുവാനായിട്ടുള്ള മുഖാന്തരമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പെറുപെറുപ്പ് കൂടാതെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് എല്ലായ്പ്പോഴും നോക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ. പുതിയൊരു മാസം അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാക്കി മാറ്റണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.